ബിജെപി സ്ഥാനാർത്ഥികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഇ.പി. ജയരാജന്റെ പ്രസ്താവന അദ്ദേഹം അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച സ്ഥാനാർത്ഥികളാണോ? അല്ല, അദ്ദേഹം ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന കണ്ടപ്പോൾ. കേരളത്തിലെ മത്സരം LDF-ഉം BJP-യും തമ്മിലാണ്. അത് BJP പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് BJP പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരും LDF-ഉം തമ്മിലാണ്. ചില സ്ഥലങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവുമായിരിക്കും, ഇല്ലാതെ ഞാൻ പറയുന്നുണ്ടാവില്ല. പക്ഷേ വാസ്തവം എന്നാണ് ഇവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് ഇവിടുത്തെ മത്സരം. അത് LDF-ഉം BJP-യും തമ്മിലാണെന്ന് പറഞ്ഞാൽ അത് ഒരു BJP-ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്കല്ലേ? BJP-ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്ക് ചെയ്യേണ്ട ആളാണോ മിസ്റ്റർ ജയരാജൻ? അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും കണ്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന്. അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് BJP അല്ലേ പറയേണ്ടത്? LDF കൺവീനറാണോ BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറയേണ്ടത്? എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ BJP-യുടെ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം? എനിക്കറിയില്ല. ആലപ്പുഴയിൽ എങ്ങനെ ക്യാമ്പയിൻ ഇനിയും? ആലപ്പുഴ നിങ്ങളെല്ലാം കൂടെ സഹായിച്ച് ക്യാമ്പയിൻ ചെയ്തു തരുമല്ലേ? അപ്പോൾ അതിൽ വലിയ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ആലപ്പുഴയിലെ ക്യാമ്പയിൻ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. എല്ലാ കാലത്തും ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന ഒരു എളിയ പ്രവർത്തനമാണ് ഞാൻ. ഇപ്പോഴും ആ വിശ്വാസം ശക്തമായിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. നമസ്കാരം.